നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന നാട്ടുപൂര എന്ന ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് താനൂർ നഗരസഭയിലെ തിരഞ്ഞെടുപ്പാണ്. താനൂർ നഗരസഭയിലെ കഴിഞ്ഞ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്, ഭരണത്തിൻ്റെ അതിൻ്റെ നേട്ടവും കോട്ടവും, കൂടാതെ നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ഭരണം, എല്ലാം ജനങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ് തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ നോക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത് ജനപ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാനായ MP അഷറഫ്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. അടുത്തത് TV അഭിലാഷ്, അദ്ദേഹം യുവമോർച്ചയുടെ വെസ്റ്റ് ജില്ലാ പ്രസിഡൻ്റാണ്. മറ്റൊന്ന് M അനിൽകുമാർ, CPM ഏരിയ കമ്മിറ്റി മെമ്പറാണ്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു UDFൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എന്താണ് ജനങ്ങളോട് നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്? കഴിഞ്ഞ 5 വർഷക്കാലം നഗരസഭ ഭരണം കൈയാളിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ നഗരസഭയിൽ നടപ്പിലാക്കിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും മികവ് മുൻനിർത്തിക്കൊണ്ടിട്ടാണ് വീണ്ടും ഒരു ജനവിധി തേടുവാൻ വേണ്ടി UDF തയ്യാറായിട്ടുള്ളത്. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭയിൽ 45 ഡിവിഷനുകളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ നിർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളവും അതുപോലെ തന്നെ കൈപ്പത്തി ചിഹ്നവും മുൻനിർത്തിക്കൊണ്ടിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ഏകദേശം അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥികൾ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. അതിന് പ്രധാന കാരണം വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി വോട്ടർമാരുടെ ഇടയിലേക്ക് വീടുകളിലേക്കും മറ്റും ചെന്നപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ പ്രതികരണം, ആ പ്രതികരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ഒരു മാനസികമായ ഉന്മേഷം ലഭിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നിലവിലുള്ള ഭരണസമിതിയെ തന്നെയാണ്. ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഭവന നിർമ്മാണ രംഗത്തായാലും അതുപോലെ തന്നെ ഗതാഗത രംഗങ്ങളിലായാലും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ സംസ്ഥാനത്ത് തന്നെ ഭരണസമിതി ഒരു മികവ് പുലർത്തിയ ഭരണസമിതി തന്നെയാണ്. അതിന് സർക്കാരിൻ്റെ വിവിധ അംഗീകാരങ്ങളും നൽകിയിട്ടുണ്ട്. അത് ആരോഗ്യരംഗത്തായിരുന്നാലും ശരി, ഗതാഗത രംഗത്തായിരുന്നാലും ശരി, മറ്റെല്ലാ മേഖലകളിലും മികവ് പുലർത്തിക്കൊണ്ടിട്ട് തന്നെയാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പുമായി നേരിടുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ സീറ്റ് അല്ലേ, സെക്കൻഡ് സീറ്റ് NDAക്കാണ്. എന്താണ് താങ്കൾ എന്താണ് ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ ഇലക്ഷനിൽ നിങ്ങൾക്ക് വെക്കാനുള്ളത്? വരുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി താനൂർ മുനിസിപ്പാലിറ്റിയിലെ വികസന മുരടിപ്പിനെതിരെയാണ് NDAയുടെ പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നതും ആ വികസന മുരടിപ്പ് മുന്നിൽ കാണിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ NDAയുടെ സ്ഥാനാർത്ഥികൾക്ക് വലിയ ജനപിന്തുണ എല്ലാ വാർഡുകളിലും, NDA മത്സരിക്കുന്ന മുഴുവൻ വാർഡുകളിലും വലിയ ജനപിന്തുണയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചരണങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനക്കൂട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഈ NDA സഖ്യത്തിന് താനൂർ മുനിസിപ്പാലിറ്റിയിലും വലിയ രീതിയിലുള്ള സ്വീകാര്യത നൽകിക്കൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് താനൂർ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതും. ഈ വികസന മുരടിപ്പിനെതിരെ ഒരു വലിയ മുന്നേറ്റം മുനിസിപ്പാലിറ്റിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് NDA സഖ്യത്തിന് മുന്നോട്ട് വെക്കാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് NDA ഘടകകക്ഷികളുള്ളതും. മുനിസിപ്പാലിറ്റിയിലെ ഭരണ കോട്ടങ്ങളെ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് NDA ഇലക്ഷൻ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതും ജനങ്ങളെ സ്വീകാര്യത പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്നതും. അതുതന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഇലക്ഷൻ നേരിടുന്നതുമായി മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരു വലിയ കാഴ്ചപ്പാടായിട്ട് മുന്നോട്ട് വെക്കാനുള്ളതും ജനങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളതും. LDFന്റെ പ്രതിനിധിക്ക് എന്താണ് ഇവിടുത്തെ വോട്ടേഴ്സിനോട് പറയാനുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്
ഈ ഭരണത്തെ സംബന്ധിച്ച് പരാജയമാണ് എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നഗരസഭാ ഭരണവും 51 വർഷക്കാലം പിന്നോട്ട് പോയാൽ പഞ്ചായത്തായിട്ടുള്ള ഭരണവും എല്ലാം പരിശോധിച്ചാൽ ഈ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു കാര്യം, നമ്മൾ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഒരു പ്രാദേശിക ഭരണകൂടമാണ്. പ്രാദേശിക തലത്തിൽ നടപ്പിലാക്കേണ്ട വികസനങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ള പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ആ നിലവാരത്തിലേക്ക് ഉയർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ UDFൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ഭവന നിർമ്മാണ മേഖലയിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ കണക്കുകളിൽ വലിയ വർധനവുണ്ടെങ്കിൽ പോലും പൂർത്തീകരണത്തിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭൂമിയില്ലാത്തവൻ്റെ പ്രശ്നങ്ങൾ, വീടില്ലാത്തവൻ്റെ പ്രശ്നങ്ങൾ, കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി ജനങ്ങളെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുന്നത്. മറ്റൊരു കാര്യം, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ 6 കൗൺസിലർമാരിൽ നിന്ന് തുടങ്ങി ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ 6 വാർഡുകളിലെ ഡിവിഷനുകളിലെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. താനൂർ നഗരസഭയിൽ മാത്രം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് 934 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നഗരസഭയുടെ ഭരണമില്ലാതെ പോലും സംസ്ഥാന തലത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഇവിടെ നടന്നിട്ടുള്ള ഈ ഭരണ പരാജയത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താനൂര് പഞ്ചായത്തായിരുന്നപ്പോഴും നഗരസഭയായിരുന്നപ്പോഴൊക്കെ ഭരിച്ചിട്ടുള്ളത് UDF ആണ്, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള UDF ആണ്. ഒരു എടുത്തു പറയത്തക്ക എന്താണ് ഒരു നേട്ടം ഈ നഗരസഭയ്ക്ക് UDFന് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്? എൻ്റെ മാന്യ സുഹൃത്തുക്കളോട് സൂചിപ്പിച്ചു, നഗരസഭ ആകുന്ന സമയത്ത് പഞ്ചായത്തായിരുന്നു. പഞ്ചായത്താകുന്ന സമയത്ത് UDFൻ്റെ ഭരണ സംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ താനൂർ ഗ്രാമപഞ്ചായത്തിനെ ഒരു നഗരസഭയായി ഉയർത്തി അത് സർക്കാർ തലത്തിൽ ആ ഗ്രാമപഞ്ചായത്തിനെ ഒരു നഗരസഭയുടെ യോഗ്യതയിലേക്കും വികസന കുതിപ്പിലേക്കും എത്തി എന്നതിൻ്റെ പേരിൽ തന്നെയാണ് താനൂർ ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയാക്കി ഉയർത്താൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇവിടെ ജനങ്ങൾക്ക് ജനകീയ അഭിലാഷം അനുസരിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ലായിരുന്നു. താനൂരിനെ സംബന്ധിച്ചോടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു തീരദേശ മേഖല പഞ്ചായത്തായിരുന്നു. അതിന് നഗരസഭയിലേക്ക് വന്നു. ആ പഞ്ചായത്താകുന്ന സമയത്തും നഗരസഭ ആകുന്ന സമയത്തും ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഡിമാൻഡ് ഒരു ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ ആ ഭരണ സംവിധാനം ഏറ്റവും മുഖവിലക്കെടുക്കേണ്ടത് അവിടെ ജീവിക്കുന്ന കുടുംബങ്ങളുടെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം, ആ ആവശ്യം എന്ന് പറയുന്നത് ഭവന നിർമ്മാണമാണ്, സുരക്ഷിതമായ ഭവനമാണ്. ഇവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന മേഖല, കർഷക തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന മേഖല, സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന മേഖല, ആ മേഖലയിൽ ഏറ്റവും വലിയ വിഷയമായിരുന്നു ഭവന നിർമ്മാണം എന്ന് പറയുന്നത്. ആ ഭവന നിർമ്മാണം ഗ്രാമപഞ്ചായത്താകുന്ന സമയത്ത് മികവുറ്റ രീതിയിൽ, വിപ്ലവകരമായ രീതിയിൽ ഭവന നിർമ്മാണ രംഗത്തേക്ക് മികവ് പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ തന്നെ സാക്ഷ്യമാണ്. നഗരസഭയാകുന്ന സമയത്ത് PMAY പദ്ധതി പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭവന നിർമ്മാണ രംഗത്ത് മികവുറ്റ രീതിയിൽ സഹായം നൽകിയ നഗരസഭയാണ് ഇത്. ഈ സമസ്യ ഇപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം സൂചിപ്പിച്ചു, 10 വർഷക്കാലം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വന്തമായി ഭവന നിർമ്മാണ രംഗത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ ക്യാൻസൽ ചെയ്തു. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ ക്യാൻസൽ ചെയ്തു. സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ആ പദ്ധതി നഗരസഭ ഏറ്റെടുത്തു. PMAY പദ്ധതി പ്രകാരം ജനകീയമായ ജനാഭിലാഷത്തിനനുസരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വീടുകളാണ് ഈ കഴിഞ്ഞ ഭരണസമിതിയും ഈ ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ളത്. അമ്പേ പരാജയമായിരുന്നു. ഇടതുപക്ഷം ഭരിക്കുന്ന ഈ നിയോജക മണ്ഡലത്തിലെ താനാളൂർ പഞ്ചായത്ത് പോലും സ്വന്തം ഗവൺമെൻറ്റിൻ്റെ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നതിന്
അമ്പെ പരാജയപ്പെട്ട ഭവന നിർമ്മാണ ചരിത്രമാണ് പദ്ധതി നമുക്ക് ഭവന സ്ഥാനാർത്ഥികൾ നിർമ്മാണ കാണാൻ പദ്ധതിയിൽ വളരെ നല്ല നേട്ടം കൈവരിക്കാൻ തെളിവ് സഹിതം തന്നെ അവകാശപ്പെടുന്നു. പറയാൻ സാധിക്കും. അപ്പോൾ അതോടൊപ്പം നോക്കുമ്പോൾ നമ്മൾ മാലിന്യ സംസ്കരണം നമ്മൾ ടൗണിൽ നമ്മളൊക്കെ ഈ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് എപ്പോഴും ബന്ധപ്പെടുന്നതാണ്. മാലിന്യ സംസ്കരണത്തിൽ വലിയ പിന്നോട്ടാണെന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? അംഗീകരിക്കില്ല. കാരണം ആ. വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുന്നു, വിവിധ തരം മാലിന്യങ്ങൾ ശേഖരിക്കുന്നു, അതുപോലെ തന്നെ തെരുവോരങ്ങളിലെ മാലിന്യം ശേഖരിക്കുന്നു. ഇന്ന് താനൂർ നഗരസഭയുടെ തെരുവോരങ്ങളിലും വീടുകളിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആ മാലിന്യ കൂമ്പാരങ്ങളോ മറ്റോ മാലിന്യങ്ങളോ കാണാൻ സാധിക്കില്ല. അത് ഓരോ പ്രദേശങ്ങളിലും വാർഡ് തലങ്ങളിൽ വരെ NCFകൾ രൂപീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ സമയബന്ധിതമായി സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം തന്നെ മാലിന്യങ്ങൾ പല രീതിയിൽ ഈ വേസ്റ്റുകളായാലും ശരി മറ്റ് മാലിന്യങ്ങളായാലും ശരി ഒക്കെ ശരി സിസ്റ്റമാറ്റിക്കായ രൂപത്തിൽ ഹരിതകർമ്മസേന ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ ഹരിതകർമ്മസേന രൂപീകരിച്ചുകൊണ്ട് അവരെ മുഖാന്തരം തന്നെയാണ് ഈ വിഷയത്തിൽ പരിഹാരം കാണുന്നത്. മാലിന്യ സംസ്കരണത്തെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് നമുക്കിവിടെ പോയപ്പോൾ പോയാൽ കാണാൻ വേണ്ടി കഴിയും. MCFകൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. സ്വകാര്യ വ്യക്തികളോട് കെട്ടിടം വിലക്ക് വാങ്ങിയിട്ട് അവിടെ കൊണ്ടിട്ട് ഡംപ് ചെയ്യും. അത് ഇവിടുന്ന് കൊണ്ടുപോകണ്ടേ? മാലിന്യങ്ങൾ യഥാവിധം സംസ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണില്ല. ഹരിതകർമ്മസേനയും കേരളത്തിലെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി കുറ്റമറ്റ രീതിയിൽ താനൂർ നഗരസഭ നടക്കുന്നില്ല. കൃത്യമായി കാണാൻ വേണ്ടി കഴിയും. താനൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചാൽ കാണാം. മാലിന്യങ്ങൾ പൂർണ്ണമായി സംസ്കരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇവിടെ മാലിന്യ സംസ്കരണം മാത്രം നമ്മൾ അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. ഒരു ആധുനിക രീതിയിലുള്ള ഒരു മാർക്കറ്റുണ്ടോ? ഒരു അറവുശാലയുണ്ടോ? ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ആധുനിക രീതിയിലുള്ള ഒരു മാർക്കറ്റോ അറവുശാലയോ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആ രീതിയിലേക്ക് പരിശോധിച്ചാൽ എങ്ങനെയാണ് മാലിന്യ സംസ്കരണം നടക്കുക? മാലിന്യ സംസ്കരണം യഥാവിധി നടപ്പിലാക്കുന്നില്ല. അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ നഗരപ്രദേശങ്ങളിൽ സഞ്ചരിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. എന്താണ് NDA പ്രതിനിധിക്ക് മാലിന്യ സംസ്കരണം യഥാവിധി നടപ്പാക്കുന്നില്ല എന്നാണ് അഭിപ്രായം? മാലിന്യ സംസ്കരണം താനൂർ മുനിസിപ്പാലിറ്റി നഗരസഭയ്ക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു MLA ഉണ്ട്. MLAക്കും MLAയുടെ ഭരണകക്ഷിക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം പൂരപ്പുഴ മുതൽ നടക്കാവ് വരെയുള്ള ഭാഗത്തൂടെ ബൈക്കിൽ യാത്ര ചെയ്താൽ മനസ്സിലാവും താനൂർ നഗരസഭയിലെ ഈ മാലിന്യ സംസ്കരണം എത്ര വൃത്തിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു വൃത്തിയുമില്ലാണ്ട് റോഡ് സൈഡിൽ ടംപ് ചെയ്ത് കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മാസങ്ങളോളം കിടന്നിട്ടാണ് അവിടെ നിന്നും ഹരിതകർമ്മസേനക്കാർ വന്നിട്ട് ഈ മാലിന്യ കൂമ്പാരങ്ങൾ എടുത്തു പോകുന്നത്. ഓരോ സ്ഥലത്തും മുക്കിലായിട്ട് ചെറിയ ചെറിയ കൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മാലിന്യ സംസ്കരണത്തിൽ ഈ നഗരസഭയും നഗരസഭ ഉൾപ്പെടുന്ന മണ്ഡലം ഭരിക്കുന്ന മണ്ഡലത്തിൻ്റെ MLAയുടെ കക്ഷികൾക്കും അതിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണോ? ഇവർ പറയുന്നത് ഡംപ് ചെയ്യുന്നത് എവിടെയാണ്? സർക്കാർ വാർഡ് തലങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളിലും നഗരസഭ MCF ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു. അവിടെ നിന്ന് സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്കും ഓരോ വർഷവും അതിൻ്റെ ടെൻഡർ സ്വീകരിച്ചുകൊണ്ട് ഓരോ ഏജൻസികളെ കണ്ടെത്തിക്കൊണ്ട് ആ ഏജൻസികളാണ് കൊണ്ടുപോകുന്നത്. അത് ഈ താനൂർ നഗരസഭ മാത്രമല്ല, സർക്കാർ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾ വ്യത്യസ്തമായ മാലിന്യ സംസ്കരണമല്ല നടക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന വർത്തമാനം നല്ല രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ഹരിതകർമ്മസേന ഈ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവരുടെ മനോവീര്യം തകർക്കുന്ന വർത്തമാനമാണിത്. കാരണം പാവപ്പെട്ട സ്ത്രീകൾ സ്ത്രീകൾ അവരുടെ മനോഭാവമാണ് നാട് നന്നാവണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സേവനമാണ്. ആ സേവന സന്നദ്ധതയെ അവഹേളിക്കുന്ന തരത്തിലുള്ള വർത്തമാനമാണ് ഈ രണ്ട് കക്ഷികളും പറയുന്നത്. നഗരസഭയിൽ ഇത് കാര്യക്ഷമമല്ല എന്ന് പറയുമ്പോൾ ഹരിതകർമ്മസേനയുടെ ആ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നത് യാതൊരു സംശയവും. അതിനെ അംഗീകരിക്കുന്ന തരത്തിൽ നഗരസഭയും അവരോട് അനുകൂലമായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അത് പ്രധാനപ്പെട്ട ഹരിതകർമ്മസേനയല്ല മാലിന്യം കൊണ്ടുപോകേണ്ടത്. മാലിന്യം സംസ്കരിക്കുക എന്നുള്ള അത് ശേഖരിക്കുക എന്നുള്ള പണി മാത്രമാണ് ആ സഹോദരിമാർക്കുള്ളത്. അത് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നഗരസഭയ്ക്കല്ലേ? നഗരസഭ ചെയ്യേണ്ട പണിക്ക് നഗരസഭ ഏജൻസികൾ എന്ന് പറയുന്നത് സമയബന്ധിതമായി വാഹനങ്ങൾ 1-2 ലോഡുകൾ കണക്കാക്കി ഹരിതകർമ്മസേന എന്ന് പറയുന്ന തൊഴിലാളി വർഗത്തിന്റെ താല്പര്യം ആ തൊഴിലാളി വിഭാഗത്തെ ഇരു മുന്നണികളും കൂട്ടുകൂടിയിട്ടുള്ള കപടത്തരാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നഗരസഭയിലെ മാലിന്യ സംസ്കരണത്തിന് ഈ പറയുന്ന ഹരിതകർമ്മസേനയുടെ ആളുകൾ വന്നിട്ട് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകുന്ന അവരെ അവഹേളിക്കുന്നു എന്നാണ് UDFന്റെ പ്രതിനിധി പറയുന്നത്. അവരെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് UDFന്റെ പ്രതിനിധിയുടെ
കക്ഷിയല്ല ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ? ഇത് ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. ഓരോ സാധാരണ മേഖലയിൽ പോയാലും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വീടുകളിൽ നിന്ന് ആളുകൾ ഈ ഹരിതകർമ്മ സേനക്കാരെ ചീത്ത വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ആഴ്ചകളോളം വേസ്റ്റ് വീട്ടിന്റെ മുന്നിൽ കെട്ടിയിട്ടിരിക്കുകയാണ്, കൂട്ടിയിട്ടിരിക്കുകയാണ് ഓരോ ഇദ്ദേഹത്തിന് ഭരിക്കുന്ന പാർട്ടിയുടെ ജനപ്രതിനിധികളുണ്ട്. എത്ര മാസത്തെ മാലിന്യമാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്? കഴിഞ്ഞ വർഷത്തെ മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ടോ? ഓരോ സമയബന്ധിതമായി ഈ ഏജൻസികൾ അവരുടെ വാഹനത്തിന് കണക്കാക്കുന്ന രീതിയിൽ തൂക്കവും ക്വാണ്ടിറ്റിയും വന്നു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോകുന്നു. അതായത് സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഓരോ കെട്ടിടങ്ങൾ വാടകയ്ക്ക് വാങ്ങുന്നു. കാരണം ഇത് പൊതു ഗ്രൗണ്ടുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ പരിസരവാസികളായ ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്നു. മറ്റൊരു കാര്യം, ഇത്രയും വലിയൊരു പ്രശ്നം ഇവരിങ്ങനെ പറയുന്നത് ശരിയാണ് എങ്കിൽ എന്തുകൊണ്ട് ഈ നഗരസഭയുടെ മുമ്പാകെ ഈ രണ്ട് പാർട്ടികളും ഒരു സമരം സംഘടിപ്പിച്ചില്ല? നാട്ടിലെ ഏറ്റവും വലിയ വിഷയമല്ല മാലിന്യം. മാലിന്യം നിർമ്മാർജ്ജനം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പദ്ധതികളും സാഹചര്യങ്ങളും നടപ്പിലാക്കുന്നതിന് ബഹുമാനപ്പെട്ട ലീഗിന്റെ നേതാവ്, UDF നേതാവ് അത് കാണാത്തതുകൊണ്ടാണ്. 9 സമരങ്ങൾ നഗരസഭയ്ക്ക് മുമ്പിൽ നടത്തിയത് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ടാണ്. 9 സമരങ്ങൾ നടത്തി വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ഭവന നിർമ്മാണമായാലും കുടിവെള്ളമായാലും മാലിന്യ പ്രശ്നമായാലും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ 9 സമരങ്ങൾ നടത്തിയതിൻ്റെ കൃത്യമായ രേഖകൾ കാണാമല്ലോ. സമരം നടത്താത്ത സംഘടനയാണ് LDF എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏത് സമരം നടത്തിയിട്ട് എന്താ കാര്യം? ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്. ആ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് വസ്തുത. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. എൻ്റെ പേരിലടക്കം പരപ്പനങ്ങാടി കോടതിയിൽ കേസുണ്ടായിരുന്നു. മാലിന്യ സമരം നടത്തിയതിന് നേതൃത്വം കൊടുത്തിട്ട് പരപ്പനങ്ങാടി കോടതിയിൽ വിചാരണയിൽ എന്നെ വെറുതെ വിട്ട ആളാണ്. മാലിന്യ സമരവുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിക്ക് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയെന്ന് പറഞ്ഞിട്ട് അതിലെ പ്രതികൾ ചില ആളുകൾ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ സമരം നടത്തിയില്ല എന്നുള്ള ബഹുമാനപ്പെട്ട UDF നേതാവിൻ്റെ വാദം തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമരം നടത്തിയത് ഭവന നിർമ്മാണ പദ്ധതിക്ക് സമരം കഴിഞ്ഞ 10 വർഷക്കാലം PMAY പദ്ധതി പ്രകാരം ഈ നഗരസഭ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭവന നിർമ്മാണ പദ്ധതി രംഗത്ത് മികവ് പുലർത്തിയ 2377 വീടുകളിൽ 1916 വീടുകളും കംപ്ലീറ്റ് ചെയ്ത നഗരസഭയ്ക്ക് മുമ്പിൽ ആണോ സമരം നടത്തിയത്? 2377 വീടുകൾ 10 വർഷക്കാലം. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, 10 വർഷക്കാലം കൊണ്ട് ഈ ഇടതുപക്ഷം ഭരിക്കുന്ന ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ നഗരസഭയിലോ ഇത്രയും ജനകീയമായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതെ, ജനകീയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ളത് UDF പ്രതിനിധി അംഗീകരിക്കുന്നുണ്ട്. അല്ലല്ല, അത് തെറ്റാണ്. പ്രധാനമന്ത്രി ഇന്ദിരാ ആവാസ് യോജന പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ദിരാ ആവാസ് യോജന പദ്ധതി UDF കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഇന്ദിരാ ആവാസ് യോജന പദ്ധതിയാണ് PMAY പദ്ധതിയായി മാറിയത്. പഠിക്കണം, ചരിത്രം പഠിക്കണം. ഇന്ദിരാ ആവാസ് യോജന പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേന്ദ്രം നിങ്ങളത് പഠിക്കണം. ഗൂഗിൾ എടുത്ത് നോക്കിയാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏത് പദ്ധതി പ്രകാരമാണ് ഇവിടെ വീടുകൾ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഈ പൊതു ശ്മശാനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒട്ടുംപുറത്ത് ഒരു പൊതു ശ്മശാനം ഉണ്ട്, ഫലപ്രദമായ രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ആളുകൾ അവരുടെ കസ്റ്റഡി ഇവരെ പോലത്തെ ആളുകൾ തന്നെയാണ്. അതിനും പദ്ധതി വെച്ചിട്ടുണ്ട്, പദ്ധതി വെച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഈ വർഷം പദ്ധതി ചുറ്റുമായ ഇവരുടെ ഈ കസ്റ്റഡിയിലായ ഇവരെ പോലത്തുള്ള എൻ്റെ സുഹൃത്തിനെ പോലുള്ള ആളുകളുടെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ നടപ്പിലാക്കുന്നത്. എത്ര വർഷം മുമ്പ് വന്ന പൊതു ശ്മശാനം വന്നത് പറയട്ടെ, ഇവർ പറയട്ടെ. ഏതെങ്കിലും എത്ര പഞ്ചായത്തുകൾ, ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പൊതു ശ്മശാനമില്ല? ഏറ്റവും വലിയ ജനകീയ വിഷയമല്ലേ? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് താനൂർ പഞ്ചായത്താകുന്ന സമയത്ത് ആ വിഷയത്തിന്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പഞ്ചായത്തിന് UDF ഭരണസമിതികൾ പരിഹാരം കണ്ടിട്ടുണ്ട്. പൊതു ശ്മശാനത്തെ പറ്റും നിങ്ങൾക്ക് ആർക്കും പരാതി? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സുഹൃത്ത് പറയണമെന്ന് വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വയ്ക്കുന്ന പഞ്ചായത്തുകൾ ശ്മശാനം ചെയ്യുന്ന നിർമ്മരത്ത് പോയ 3 കാണാം, ഉണ്ണിയാലിൽ തന്നെ 2 ഉണ്ട്. അപ്പോൾ ആ വാദം ശരിയല്ല. ശ്മശാനം എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമല്ലേ? ഇടതുപക്ഷം ഇവിടെ ഭരിച്ചിട്ടില്ല, ഭരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ചോദിച്ചപ്പോൾ ആൻസർ നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അത് ഇടതുപക്ഷം ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഇല്ല എന്നുള്ള വാദം നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഓക്കെ, നമുക്ക് നമ്മൾ ഒരു തീരദേശ പ്രദേശമാണ്, ധാരാളം ആളുകൾ അവിടെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പോലും അവരൊക്കെ സ്പോർട്സിൻ്റെ കാര്യത്തിൽ വളരെ നമ്മുടെ ജില്ല തന്നെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഇതാണ്. അവിടെ ഒരു പൊതു
കളിസ്ഥലമുണ്ടോ, ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടോ? നമുക്ക് നഗരസഭയുടെ ആയിട്ടൊരു പ്ലേ ഗ്രൗണ്ട് നഗരസഭയിൽ സ്കൂളുകൾ ഗ്രൗണ്ടുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടിട്ടാണ് തീരദേശ മേഖലയിലെ കുട്ടികൾ അത് ഉപയോഗിച്ചിരുന്നത്. ചീരാങ്കടപ്പുറം UP സ്കൂൾ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രൗണ്ടിന് ഓരോ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഗ്രൗണ്ടിന് കളിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലും ജില്ലാ പഞ്ചായത്താകുന്ന സമയത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെയും അന്നത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെയും നഗരസഭ ഇതൊക്കെ തന്നെ അതിന് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സ്കൂൾ ഗ്രൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നടപ്പിലാക്കിയത്. പക്ഷേ ഇപ്പോൾ അവിടെ ഫിഷറീസ് സ്കൂൾ സ്റ്റേഡിയം പണിതു. എന്നാൽ ആ സ്റ്റേഡിയം കായിക രംഗത്ത് പരിശീലനം നേടുവാനോ അല്ലെങ്കിൽ അതിൻ്റെതായ നോംസ് അനുസരിച്ച് കൊണ്ടിട്ടുള്ള ഒരു മത്സരങ്ങൾ സംഘടിപ്പിക്കുവാനോ കഴിയാത്ത രീതിയിലാണ് അതിന് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അത് ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അത് ഇവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ന് ആ സ്കൂളുകളിലെ കായിക മത്സരങ്ങളോ മറ്റോ സംഘടിപ്പിക്കണമെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട കാര്യങ്ങൾ, ഒന്നാമത് 100 മീറ്റർ റണ്ണിങ് അവിടെ ചെയ്യാൻ കഴിയില്ല, 200 മീറ്റർ റണ്ണിങ് അവിടെ ചെയ്യാൻ കഴിയില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഒരു പൊതു ഒരു പ്ലേ ഗ്രൗണ്ട് ആണ്. നമുക്ക് നേരത്തെ ഗ്രാമങ്ങളിലുള്ള പഞ്ചായത്തുകൾ പഞ്ചായത്താകുന്ന സമയത്തായാലും മുനിസിപ്പാലിറ്റി ആകുന്ന സ്കൂൾ ഗ്രൗണ്ടുകളാണ് നമ്മൾ അഭിവൃദ്ധിപ്പെടുത്തിയിരുന്നത്. ഒന്നാമത് തീരദേശ മേഖലയിൽ അതിനനുയോജ്യമായ രീതിയിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. കാരണം തിക്കിലി പോപ്പുലേഷൻ ഏരിയയാണ്, നിങ്ങൾക്കറിയാമല്ലോ, തിക്കിലി പോപ്പുലേഷൻ ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അത് പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, സ്കൂൾ ഗ്രൗണ്ടുകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഓരോ വർഷം വാർഷിക പദ്ധതി ചീരാങ്കടപ്പുറം UP സ്കൂളിനായാലും ശരി, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ഫിഷറീസ് ഹയർ സെക്കൻഡറി ആയാലും ശരി, നമ്മുടെ കാട്ടിലങ്ങാടി ഹയർ സെക്കൻഡറി ആയാലും ശരി, ഇന്ന് അതൊക്കെ തന്നെ പുതിയ നിർമ്മാണം നടത്തിക്കൊണ്ട് സ്റ്റേഡിയം എന്ന ഓമന പേരിട്ടുകൊണ്ട് കായിക രംഗത്ത് കായിക പ്രേമികളായ കുട്ടികൾക്ക് മത്സരങ്ങളോ പ്രാക്ടീസിനോ അനുയോജ്യമല്ലാത്ത രീതിയിൽ ഇന്ന് കാട് മൂടിക്കെട്ടിക്കൊണ്ട് മാലിന്യ കൂമ്പാരം എന്ന് മാത്രമല്ല മലിനജലം കെട്ടിക്കിടക്കുന്ന രീതിയിലേക്ക് ആ സ്റ്റേഡിയങ്ങളെ മാറ്റിയെടുക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ കായിക പ്രേമികളുടെ കായിക താരങ്ങളുള്ള നമ്മുടെ നാടാണ് താനൂർ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരമായി ഭരണത്തിലിരിക്കുന്ന ഒരു കക്ഷി ഒരു സ്റ്റേഡിയം പോയിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രാഥമിക സൗകര്യം ഏർപ്പെടുത്താൻ കഴിഞ്ഞില്ലാണ്ട് പ്രധാനപ്പെട്ട വീഴ്ച. ആ വീഴ്ച സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുകയാണ് ആദ്യം വേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും താനൂരിൽ ഒരു MLA വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് സ്റ്റേഡിയം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചത്. ഒന്ന് കാട്ടിലങ്ങാടി സ്റ്റേഡിയം, കാട്ടിലങ്ങാടിയിലും അതുപോലെ തന്നെ ഫിഷറീസ് ഗ്രൗണ്ടും സ്റ്റേഡിയമാക്കാൻ പിന്നെ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ പ്രവർത്തനം തുടങ്ങി, അത് പൂർത്തീകരിച്ചു. പക്ഷേ അതിൽ ചില പോരായ്മകളുണ്ട്, അപാകതകളുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ആ രീതിയിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റെടുത്ത് നടത്തുന്ന കാര്യത്തിൽ ചെറിയ പ്രയാസം കാട്ടിലങ്ങാടി സ്റ്റേഡിയത്തെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് പരിഹരിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ താനൂർ നഗരസഭക്കകത്ത് പരിധിക്കകത്ത് ഗ്രാമപഞ്ചായത്തായാലും നഗരസഭയായാലും അതിനകത്ത് ഒരു കളിക്കളം, ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ നാളിതേവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഉത്തരവാദിത്വം സ്വയം വീഴ്ചയായി ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇത് പറയാനുള്ളത്. ആ മേഖലയിൽ ഒരു പ്രവർത്തനം 2 കൂട്ടരും ചെയ്തിട്ടില്ല. LDFന്റെ പ്രതിനിധി കാര്യമായിട്ട് നിന്ന് തള്ളുന്നുണ്ട്. LDFന്റെ പ്രതിനിധിയുടെ MLA കായിക മന്ത്രിയാണ് എന്നുള്ളത് കൂടി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. താനൂരിലെ പൊതുജനങ്ങളുടെ മുന്നിൽ അതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. കായിക മന്ത്രിയുടെ മണ്ഡലത്തിൽ ഞാനൊരു വീഡിയോ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ടേ, ഒന്ന് സൂം ചെയ്താൽ നന്നാവും, ജനങ്ങൾക്കും കൂടെ കാണാം. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതാണ്. കേരളത്തിൽ സ്പോർട്സ് നടക്കുന്ന സമയത്ത് ഈ താനൂരിലെ രായിരമംഗലം സ്കൂളിൽ, ചീരാങ്കടപ്പുറം സ്കൂളിലെ പോൾ വാട്ട് കായിക താരങ്ങളുടെ അവസ്ഥയാണിത്. അവർക്ക് പോൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോള് വാങ്ങിക്കാനുള്ള സംവിധാനം സാമ്പത്തികം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കഴിഞ്ഞ 1.5 മാസം മുമ്പത്തെ അവസ്ഥയാണ് ഇത്. ഈ 2 മുന്നണികൾ ഭരിച്ചതുകൊണ്ട് നഗരസഭയ്ക്കകത്തും കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവരുടെ ഭരണത്തിൻ്റെ മികവാണ് ഇതെന്നുള്ളതല്ല കാണിക്കുന്നത്. നിങ്ങളുടെ ഭരണത്തിൻ്റെ മികവ് ഇതാണ്. ഒരു നേട്ടവും സംഭവിക്കുന്നില്ല ഒരു മേഖലയിലും. സമസ്ത മേഖലയിലും പരാജയം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനി മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന പോലുള്ള ഒരു സർക്കാർ, NDA സർക്കാർ ഈ ഭരണസമിതിക്കകത്ത് നഗരസഭയ്ക്കകത്തും വരണം, കേരളത്തിലും വരണം. എന്നാൽ മാത്രം ഇത്തരത്തിലുള്ള ഈ ക്രിമികീട പരിപാടികൾക്ക് മാറ്റം വരാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതിനൊരു കാര്യം കൂടി, കാട്ടിലങ്ങാടിയുടെ കാര്യം പറഞ്ഞു. കാട്ടിലങ്ങാടി സ്കൂളിൽ ഞാനൊരു സ്പോർട്സ് താരമായിരുന്നു. ഈ ദേവദാർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സംസ്ഥാന കായികമേളയിലും ദേശീയ കായികമേളയിലും സമ്മാനം വാങ്ങിയിട്ടുള്ള, പ്രൈസ് വാങ്ങിയിട്ടുള്ള ഒരു കായിക താരമാണ് ഞാൻ.
എനിക്കറിയാം കായിക മേഖലയിൽ ഓരോ കായിക പ്രതിഭയും നേരിടുന്ന ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് കായിക മന്ത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നഗരസഭയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാട്ടിലങ്ങാടി ഗ്രൗണ്ട് ഉണ്ടാക്കി, ആ ഗ്രൗണ്ട് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ കായിക മന്ത്രി ഇവിടെ ഉണ്ടായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ ചെലുത്തിയിട്ടില്ലേ? പിന്നെ സുഹൃത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ, സ്വാഭാവികം ഒരു കായിക മന്ത്രി, ഒരു MLA, ആ MLA നാട്ടിലൊക്കെ നടന്നിട്ട് ഇത്തരത്തിലുള്ള ഈ പ്രയാസങ്ങൾ കണ്ടെത്തണം എന്ന് പറയുന്നതിൽ ശരിയല്ല. എന്റെ അവസരം ഞാൻ പറയാം. നിങ്ങളുടെ അവസരം തന്നെയാണ്. MLA പണി അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ MLA പണി എന്താണ്? MLA AC കാറിൽ ഇരുന്ന് പോകാനാണോ MLA? AC കാറിൽ ഇരുന്നിട്ട് ലോകം ചുറ്റാനാണോ MLA? മെസ്സിയെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ച് ലോക രാജ്യങ്ങൾ കറങ്ങി നടക്കാനാണോ ഇറങ്ങി പണിയെടുക്കാനുള്ള ആളാണ്. മെസ്സിയെ പറയാൻ പാടില്ല. ഇല്ല മെസ്സിയെ പറയരുത്. മെസ്സിയെ കുറ്റം പറയരുത്. ആദ്യം നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. അത് കേരളത്തിലെ ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണഗതിയിൽ ഒരു പ്രാദേശിക ഭരണകൂടത്തിന്റെ, പ്രാദേശിക ഗവൺമെന്റ് ആണല്ലോ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞത്. അതിൽ സ്വാഭാവികമായി നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കണ്ടെത്തി ഒരു ഗവൺമെന്റിന്റെയും അധികാരികളുടെ ശ്രദ്ധയിൽ എത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലൊരു പിന്നെ പോൾ വോൾട്ട് ചാടുന്ന ഒരു കുട്ടിക്ക് ഇതിന് പ്രയാസമുണ്ട്. ആ പ്രയാസവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സമീപിച്ചോ, MLA സമീപിച്ചതിന് ശേഷം അദ്ദേഹം അത് സ്വീകരിക്കാതിരുന്നോ? ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടത്. എൻ്റെ നാട്ടിലൊരു വിഷയം ഉണ്ടായാലും ഞാനത് അവതരിപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട കൗൺസിലറുടെ മുമ്പിൽ അവതരിപ്പിക്കണം, നഗരസഭയുടെ മുമ്പിൽ അവതരിപ്പിക്കണം, മന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിച്ചതിന് ശേഷം അതിൽ പരിഹാരം കണ്ടിട്ടില്ലെങ്കിലാണ് അവരുടെ വീഴ്ച എന്ന് പറയാം. ഈ സംഭവം തന്നെ പത്രത്തിലും വാർത്തയിലും വന്നപ്പോഴാണ് ഞാനൊക്കെ അറിഞ്ഞത്. ന്യൂസിൽ വന്നു പറയുന്നത് അപ്പോഴാണ് അറിഞ്ഞത്. ഇവർ രണ്ടുപേരും പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ അവനവന്റെ മേഖലയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അറിയണ്ടേ? മുഴുവൻ കാര്യങ്ങളും അറിയണ്ടേ? ഇത് MLA ഫണ്ടുമായി കാര്യമുണ്ടോ? ഇവരിപ്പോ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നഗരസഭ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ്. 45 വാർഡുകളിലും LDF സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. പല കോലത്തിലും, പല ഭാവത്തിലും, പല രീതിയിലുള്ള ചിഹ്നങ്ങളും. NDA നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നഗരസഭയിലെ ഭരണസമിതിയിലെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്നതും വിജയിച്ച വാർഡുകളിൽ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാല വികസനത്തിന് ആര് നടത്തിയ വികസനം? UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി നടത്തിയ വികസനത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് തേടിക്കൊണ്ടിട്ടാണ് പറയുന്നത്. UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളോട് പറയുന്നു വികസനങ്ങൾ നടത്തിയിട്ടില്ലെന്ന്. ജനം വിശ്വസിക്കണോ? ഞങ്ങൾ പറയുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഭരണസഭ നടപ്പിലാക്കിയ വികസനത്തിന്റെ ഇവരും വോട്ട് തരുന്നത് ഏത് വികസനം വെച്ചിട്ടാണ്? UDF ഈ നഗരസഭയിൽ നടപ്പിലാക്കിയ വികസനം വെച്ചിട്ടാണ് ഇവരും വോട്ട് തരുന്നത്. ഇരു മുന്നണികളും പയ്യാപയ്യമാരാണ്. ഈ ഇപ്പൊ പറഞ്ഞ് പല ചിഹ്നത്തിലും മത്സരിക്കുന്നത്. ഏത് മുന്നണികളാണ് പല ചിഹ്നത്തിലും മത്സരിക്കുന്നത് എന്നുള്ളത് താനൂരിലെ ജനങ്ങൾക്കറിയാം. താനൂര് കുന്നുംപുറം മുതൽ ഇങ്ങോട്ട് താഴേക്ക് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാം ഏതൊക്കെ വാർഡിൽ UDFന്റെ പ്രതിനിധികൾ LDFുമായിട്ടും SDPI ആയിട്ടും സഖ്യം കൂടിയിട്ട് മത്സരിക്കുന്നുണ്ട് എന്നുള്ളത്. സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാത്ത സ്ഥാനാർത്ഥികളുണ്ട്. UDF ഭരിച്ച് വർഷങ്ങളായിട്ട് ഭരിക്കുന്ന UDFന് താനൂര് മുനിസിപ്പാലിറ്റിക്കകത്ത് BJP താമര ചിഹ്നത്തിലല്ലാതെ ഒരു സ്ഥാനാർത്ഥി നിർത്തി മത്സരിക്കുന്നില്ല. LDF ഏത് സ്ഥാനാർത്ഥിയാണ് വികസനം പറഞ്ഞിട്ട് വോട്ട് നേടുന്നത്? NDAയുടെ പ്രതിനിധി പറയുന്നത് ബയ്യാ എന്നുള്ളത്. BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ശരിയാണ്. പനങ്ങാട്ടൂർ BJPയുടെ ശക്തി കേന്ദ്രമാണ്. പനങ്ങാട്ടൂർ വാർഡ് മെമ്പർ 11 BJPയെ കാണുന്നില്ല. എന്തേ BJP കാണുന്നില്ല? എന്തേ കാരണം? 10ാം വാർഡ് BJPയുടെ ശക്തി കേന്ദ്രമാണ്. BJP ശക്തി കേന്ദ്രമാണ്. ഞങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥ രാത്രി കാലങ്ങളിലെ ബയ്യ അത് താങ്കളുടെ ജനങ്ങൾക്ക് കാലങ്ങളിലെ ഏറ്റവും പല വാർഡുകളിലും ജനങ്ങൾക്കറിയാം ബയ്യാബയ്യമാരായിട്ട് ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത് എവിടെയാണ്, ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. മറച്ചു വെക്കാൻ നോക്കിയാൽ നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് വരാം. 20 വർഷം മുമ്പത്തെ ജനവിധിയാണ് തേടുന്നത് എന്നുള്ളതാണ് LDFന്റെ UDFന്റെ പ്രതിനിധിയുടെ ധാരണ. നേരത്തെ പറഞ്ഞ വികസനമാണ് വിഷയം.
ആ വികസന കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ, കൃത്യമായിട്ട് ഞങ്ങൾക്ക് വസ്തുതാപരമായ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. 934 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇതിന്റെ രേഖയാണ്, അതിന്റെ പ്രിന്റാണിത്. നടപ്പിലാക്കിയിട്ടുള്ള വികസന കാര്യങ്ങൾ താനൂർ നഗരസഭയിൽ നടപ്പിലാക്കിയ റോഡുകൾ മറ്റു കാര്യങ്ങൾ കുറവുണ്ടോ? ഇല്ല. 934 കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ജനവിധി തേടുന്നത്. മനസ്സിലായല്ലോ? അല്ലാതെ 934 കോടി രൂപയുടെ വികസനം നടപ്പിലാക്കിയ ഒരു മുന്നണി പല രീതിയിലുള്ള വീട്ടുപകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നം. 934 കോടി രൂപ നടപ്പിലാക്കിയ വികസന മുന്നണി പല വീട്ടുപകരണം സ്വന്തം പാർട്ടി കേരള വിഷന്റെ ക്യാമറ ഒന്നാതാ അങ്ങോട്ട് തിരിച്ചാ കാണാം. LDF മുന്നണി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാറ് പോവാൻ പറ്റാത്ത കോലത്തിൽ ഒരു പാലം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതാണ് അവരുടെ വികസനം. ആ മടത്തിൽ റോഡിലേക്ക് ഒരു കാറ് കയറാൻ പറ്റുന്ന കോലത്തിലാണോ പാലം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരാം. അനിലേട്ടാ അങ്ങള് വന്നാ ഞാൻ കാണിച്ചു തരാം. പാലത്തിന്റെ ചോട്ടിലേക്ക് വായോ, ഞാൻ കാണിച്ചു തരാം. വെറുതെ തർക്കത്തിൽ നിൽക്കല്ല. നമ്മൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു നഗരമാകുമ്പോൾ ഒരു കംഫർട്ട് സ്റ്റേഷൻ അത്യാവശ്യമാണ്. ഒരു നല്ലൊരു ഹൈടെക് ആയിട്ടുള്ള ഒരു കംഫർട്ട് സ്റ്റേഷൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഇപ്പോൾ നമ്മൾ സ്ത്രീകളൊക്കെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നഗരത്തിലേക്ക് വരുന്നതാണ്. അങ്ങനെ ഒരു ഇവിടെ എന്തൊരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു പേരിന്. പക്ഷേ അത് എങ്ങനെയാണ് നല്ല ഹൈടെക് ആയിട്ടുള്ള ഒരു കംഫർട്ട് സ്റ്റേഷൻ വേണ്ടതല്ലേ നമ്മുടെ താന്നൂരിൽ? അങ്ങനെ ഒരു സ്റ്റേഷൻ ഉണ്ടോ? അങ്ങനെ പുതിയ ബസ് സ്റ്റാൻഡിൽ പോയാൽ നന്നായിട്ട് നടക്കുന്നുണ്ടോ? പരിശോധിക്കും. അല്ല, ഞങ്ങൾ പരിശോധന പറഞ്ഞത് ഫലപ്രദമായ രീതിയിൽ നടക്കുന്നു. ഫലപ്രദമായ രീതിയിൽ ആളെ വെച്ച് അല്ലേ ചെയർമാൻ, ആളെ വെച്ചിട്ടാണ് നോക്കുന്നത്. നാമമാത്രമായ തുക ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടല്ലേ? അത് മൂത്രമൊഴിക്കാൻ മുട്ടിയ ആളുകൾ താനൂര് ബസ് സ്റ്റാൻഡിൽ വന്ന് മൂത്രമൊഴിച്ച് പോകണം. അതാണ് UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൂരപ്പുഴയെന്ന് മൂത്രമൊഴിക്കാൻ ജനങ്ങൾക്ക് മൂത്രമൊഴിക്കാനുണ്ടായാൽ താനൂര് ബസ് സ്റ്റാൻഡിൽ വന്ന് മൂത്രമൊഴിക്കണം. പൂരപ്പുഴ മുതൽ മൂലക്കൽ വരെയുള്ള അതായത് പൂരപ്പുഴ NDAയുടെ പ്രതിനിധി പറയുന്നത് തീർത്തും ശരിയാണ്. കാരണം പൂരപ്പുഴയിൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ പണിയാൻ വേണ്ടിയിട്ട്, ടേക്ക് എ ബ്രേക്ക് പണിയാൻ വേണ്ടി നഗരസഭ, ഈ ഇരിക്കുന്ന നഗരസഭാ ചെയർമാൻ 5 വർഷക്കാലം ഈ പൊതുമരാമത്ത് വകുപ്പിനോട് അനുമതി തേടി നടത്തിയിരുന്നു. നൽകിയില്ല. കാരണം എന്താ? കാരണം പൂരപ്പോയിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ ആരും അവിടെ കാര്യം സാധിക്കേണ്ട എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയം. അതെന്താണ് കംഫർട്ടേഷൻ അങ്ങനെ അനുവദിച്ചതായിട്ടുള്ള ഒരു വിവരം ഞാനിപ്പോ പറഞ്ഞപ്പോൾ അറിയണത്. അതുമായി ബന്ധപ്പെട്ട് അറിയില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, താനൂർ പട്ടണത്തിൽ വന്നാൽ ഈ ബസ് സ്റ്റാൻഡ് വന്നിട്ട് ഏകദേശം ഒരു 2 കൊല്ലം ഉണ്ടാവും അല്ലേ? 5 കൊല്ലം. ആ 5 കൊല്ലത്തിന് മുമ്പ് പരിശോധിച്ചാൽ അതിനുള്ളൊരു സൗകര്യം താനൂർ ബസ് സ്റ്റാൻഡിൽ ഇല്ല. തെറ്റാണ്. നഗരസഭയുടെ തൊട്ടടുത്താണ്. നഗരസഭയിൽ എന്നു മുതൽ താനൂരിലെ പഴയ ബസ് സ്റ്റാൻഡിൽ മൂത്രവേലി കെട്ടി പ്രതിഷേധിച്ച നാട്ടിലെ ജനങ്ങൾ മൂത്രവേലി കെട്ടിയിട്ട് പ്രതിഷേധിച്ചു. കാരണം മൂത്രമൊഴിക്കാൻ സംവിധാനം ഇല്ല. അത്തരത്തിലേക്ക് പറഞ്ഞത് വളരെ വസ്തുതാപരമായ കാര്യമാണ്. അവതാരകം പറഞ്ഞ കാര്യം വളരെ വസ്തുതാപരമായ കാര്യമാണ്. ഒരു കംഫർട്ടേഷൻ താനൂരിൽ ഇല്ല. അത് പരിഹരിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് അകത്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ എത്രമാത്രം ആളുകൾ അത് ഉപയോഗിക്കപ്പെടുന്നുള്ളതിൽ വേറെ പരിശോധിക്കേണ്ട കാര്യം. ഞാനിത് പരസ്യമായി പറയാൻ പാടില്ലെന്ന്. അതെല്ലാം ഉപയോഗിച്ച ആൾക്കാരാണ് ഇവര്. ഈ കംഫർട്ട് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനൊക്കെ ഉപയോഗിച്ച ആളുകളാണ് ഇദ്ദേഹം, ഞാനും എല്ലാവരും. നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു പൊതു ഈ ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ട് അവിടെ ആ സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് തെളിയിക്കണമെങ്കിൽ എന്താ മാർഗം? നമ്മൾ ഈ ക്യാമറ ആയിട്ട് അങ്ങോട്ട് പോകണ്ടേ? അതായത് ഒരു നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു കൊണ്ടിരിക്കുന്ന സ്ഥലത്തല്ലേ ഈ സംഭവം, ഈ സംവിധാനം നമ്മൾ ഒരുക്കേണ്ടത്? അതൊരുക്കി നഗരഹൃദയത്തിൽ ആണ് സംഭവം ഉള്ളത്. അത് ഉപയോഗിക്കുന്ന ആളുകളാണ് ഞാനായാലും നിങ്ങളായാലും ഇദ്ദേഹമായാലും. എന്നിട്ട് നമ്മൾ മൈക്കിൽ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അതില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ പൊട്ടന്മാരാക്കുന്നതല്ല, നാട്ടുകാരെ ബുദ്ധിമാന്മാരാണ്, ചെയ്യുന്ന ആൾക്കാരാണ്. നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ഇപ്പൊ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം, ഇപ്പൊ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലം, താനൂർ പട്ടണത്തിൽ വന്നാൽ ഈ വസ്തുത അറിയാത്ത ഒരു മനുഷ്യരുണ്ടാവില്ല.
തെറ്റാണ്. അല്ല, ഈ താനൂരിലെ പറയട്ടെ, 5 വർഷത്തിന് ശേഷം ആ വിഷയം ഒന്ന് ഇപ്പൊ നടപ്പിലാക്കിയിട്ടുള്ള പുതിയ ബസ് സ്റ്റാൻഡിനകത്ത് ഈ സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. താനൂര് അതിന് മുമ്പില്ല. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. താനൂര് ഒരു കടലോര മേഖലയാണല്ലോ. അപ്പോൾ ശരിക്കും താനൂരിനെ ഈ ഒരു സംസ്ഥാന തലത്തിൽ ഒരു ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശരിക്കും നഗരസഭയ്ക്ക് സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗം കൂടി ആവുന്ന തരത്തിൽ ഒരു ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ ഒരു നടപ്പിലാക്കിയതായിട്ട് അറിയില്ല. ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? താനൂരിലെ ആ തൂവൽ തീരം, ആ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റായിരുന്നു വിനീതനായ ഞാൻ. ആ അന്നത്തെ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ആ സഹായ സഹകരണത്തോടുകൂടി താനൂരിൽ വേണം ഒരു ടൂറിസം പദ്ധതി. അങ്ങനെയാണ് ഒട്ടുംപുറം ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത്, തൂവൽ തീരം എന്ന നാമധേയത്തിൽ. ആ തൂവൽ തീരം പദ്ധതിയിൽ നിങ്ങൾക്ക് പോയാൽ അറിയാം, അതിനെ പഴയകാല വീഡിയോസും ഫോട്ടോസും കണ്ടാൽ അറിയാം. 10,000-കണക്കിന് ആളുകളാണ് അവിടെ വന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അത് ഇപ്പോഴും ശ്മശാനമുഖമായി കിടക്കുകയാണ്. എന്താ കാരണം നഗരസഭ UDF ഭരിക്കുന്നത്. KTDCയുമായിട്ടാണ് കരാർ വെച്ചിരുന്നത്. ആ സ്ഥലം KTDCക്ക് അനുവദിച്ചു കൊടുക്കണം. KTDC കൊടുത്തു. അതിൽ നഗരസഭ KTDCക്ക് അനുവദിച്ചു. സ്ഥലം പുറമ്പോക്ക് ഭൂമി, ആ പുറമ്പോക്ക് ഭൂമി നഗരസഭയുടെ കയ്യിൽ നിക്ഷിപ്തമാണ്. ആ ഭൂമി അതിന് അനുമതി നൽകി. അവിടെ KTDC ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് UDF കാലഘട്ടത്തിൽ തൂവൽ തീരം പദ്ധതി നടപ്പിലാക്കി. പിന്നീട് വന്ന കഴിഞ്ഞ 10 വർഷക്കാലം പിന്നീട് വന്ന MLA ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നാളിതുവരെയായി ഒരു നയാ പൈസയുടെ പുനരുദ്ധാരണ പ്രവർത്തനമോ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിനനുസൃതമായ രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ വിളക്കുകൾ പോലും, രാത്രി കാലങ്ങളിലെ വിളക്കുകൾ പോലും യഥാസമയം പുനഃസ്ഥാപിക്കാൻ സാധിച്ചില്ല. എന്തിനേറെ ഇവരിപ്പോ 2 ടീമും കംഫർട്ട് സ്റ്റേഷൻ ഒച്ചപ്പിച്ചല്ലോ. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനം തകർന്ന് തരിപ്പണമാക്കി. അത് നോക്കി നിൽക്കെ മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. മറുപടി ഇവിടെ തൂവൽ തീരം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചേക്കാണ് അന്ന് കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രി, ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനാണ്. ആ സമയത്താണ് ഈ പദ്ധതി തുടക്കം കുറിക്കുന്നത്. ആ സമയത്ത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ നേതൃത്വത്തിൽ നടന്നു എന്ന് പറയുന്നത് ശരിയാണ്. 50 ലക്ഷം രൂപ, എൻ്റെ ഓർമ്മ ശരിയാണ്, 50 ലക്ഷം രൂപ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടാണ് അവിടെ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കെട്ടിടങ്ങളും മറ്റു സംഭവങ്ങളും നടപ്പിലാക്കിയത്. പക്ഷേ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് കാറ്റടിച്ച് മുഴുവൻ മാറിപ്പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അന്വേഷണം പൂർത്തീകരിക്കാതെ മറ്റൊരു പദ്ധതിക്ക് അനുമതി കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയില്ല. അത് ശരിയാ. 10 വർഷക്കാലം ഒരു അന്വേഷണം പൂർത്തീകരിക്കാൻ 50 ലക്ഷം രൂപ പൂർത്തീകരിക്കാൻ കഴിയാതെ ഒരു പൈസ ചെലവാക്കാൻ പറ്റില്ല. ജനങ്ങളെ വർഷകാലമായി നിങ്ങൾ ജനങ്ങളെ വിട്ടികളാക്കിയിരിക്കുന്നത് ഞങ്ങളല്ല. ഇരു മുന്നണികളും ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താനൂർ നഗരസഭയിൽ വികസനം ഇല്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് രണ്ടുപേരും എന്നാൽ ആ ബോർഡ് കംപ്ലീറ്റ് മാറ്റണം. കൃത്യമായിട്ട് രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നഗരസഭയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് സുഹൃത്തെ സമയം തരൂ, നിങ്ങൾക്ക് സമയം കിട്ടും. താനൂർ നഗരസഭയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു തരത്തിലുള്ള വികസനവും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് രണ്ട് മുന്നണികളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തൂവൽ തീരം. തൂവൽ തീരത്തിന് വലിയ ടൂറിസം മേഖലയാക്കി മാറ്റാമെന്ന് അവിടെയുള്ള സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത ആളുകളാണ് രണ്ടു കൂട്ടരും. ആ രണ്ടു കൂട്ടരും ചെയ്തിട്ട് കഴിഞ്ഞ മാസമാണ് തൂവൽ തീരത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചത്. കഴിഞ്ഞ മാസം അത്രയും വലിയ വികസനമാണ് നഗരസഭയ്ക്കകത്ത് ഈ UDF-ഉം LDF-ഉം കൂടെ ചെയ്തുകൊണ്ട്. മറ്റൊരു കാര്യം, കുടിവെള്ള പ്രശ്നം നമ്മളിവിടെ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടെന്ന് അറിയുന്നുണ്ട്. എന്താണ് കുടിവെള്ള പ്രശ്നത്തിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ടോ നമ്മളെ നഗരസഭയിൽ? അമൃത് കുടിവെള്ള പദ്ധതി താനൂർ ഓരോ നഗരസഭയുടെയും ചെറുകിട കുടിവെള്ള പദ്ധതിക്ക് നടപ്പിലാക്കേണ്ട ഫണ്ടുകളാണ്. ഈ സമയത്താണ് ഇവർ പറയുന്നുണ്ടല്ലോ MLA-യുമായി സഹകരിക്കുന്നില്ലെന്ന്. താനൂർ കുടിവെള്ള പദ്ധതി കഴിഞ്ഞ UDF കാലഘട്ടത്തിലെ കുടിവെള്ള പദ്ധതിയാണ്. കഴിഞ്ഞ കാലം അതായത് ഫലപ്രദമായ രീതിയിൽ ഇവർ വന്നതിന് ശേഷം 5 വർഷക്കാലം മൂടിവെച്ചു. പിന്നീട് ഇവർ അതിന് തുടക്കം കുറിച്ചു. ആ തുടക്കം കുറിച്ചതിൽ താനൂർ നിയോജക മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലുള്ള ജലജീവൻ മിഷൻ പദ്ധതിയും താനൂർ നഗരസഭയിലെ അമൃത് കുടിവെള്ള പദ്ധതിയും ഇത് രണ്ടും കൂട്ടിയോജിപ്പിക്കണമെന്ന് ഇവരുടെ നിർദ്ദേശം വന്നു. MLA ആയാലും വാട്ടർ അതോറിറ്റി ആയാലും നഗരസഭ
അതിന് തീരുമാനമെടുത്തു. നഗരസഭ സ്വന്തമായി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. സർക്കാർ തലത്തിൽ അതിന് തടസ്സം നിന്നു. അവസാനം ഗ്രാമപഞ്ചായത്തുകൾ ജലജീവൻ മിഷൻ പദ്ധതി അതിലേക്ക് മിങ്കിൾ ചെയ്യാൻ നിർബന്ധിതാവസ്ഥ വന്നു. നഗരസഭയും പിന്നീട് എന്ത് ചെയ്തു? ഈ പദ്ധതിയിലേക്ക് ഒരു ബൃഹത്തായ പദ്ധതി എന്ന രീതിയിൽ നിരുത്സാഹപ്പെടുത്താതെ, മുഖം തിരിഞ്ഞു നിൽക്കാതെ നഗരസഭയും അത് 22 കോടി രൂപയാണ് വീടുകളിലേക്കുള്ള കണക്ഷൻ കൊടുക്കുവാനും അതുപോലെ തന്നെ വെള്ളം എത്തിക്കുവാനും വേണ്ടി ടാപ്പുകൾ 22 കോടി രൂപ ചെലവഴിച്ചു. ആ 22 കോടി രൂപ ചെലവഴിച്ചതിൽ അതിന് ഏകദേശം വർക്കുകൾ പൂർത്തീകരിച്ചു. റോഡുകൾ അതുമായി ബന്ധപ്പെട്ട പൊട്ടികൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പല റോഡുകളും ഇന്ന് നഗരസഭയിലുള്ള പല റോഡുകളും പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ സാഹചര്യം വന്നിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ 22 കോടി രൂപ. പക്ഷെ ഞങ്ങളുടെ ചോദ്യം, കഴിഞ്ഞ ഭരണസമിതി 22 കോടി രൂപ ഈ ഇനത്തിൽ ചെലവഴിച്ചിട്ട് പോലും അതിന്റെ റിസൾട്ട് സമയബന്ധിതമായി ജനങ്ങൾക്ക് നൽകാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. താനൂരിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായ കാര്യമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ വലിയ പ്രയാസം. എത്ര കാലം ഭരിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം. കുടിവെള്ളമില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറി. എന്നാൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം എങ്ങനെ വന്നു, അത് പരിശോധിക്കേണ്ട പ്രശ്നമാണ്. UDF ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ പഞ്ചായത്തായാലും MLA ആയാലും MP ആയാലും കേന്ദ്ര ഭരണം വരെ കൈകാര്യം ചെയ്യുന്ന കാലത്തും തിരുനാവാഴപ്പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ തിരുനാവാഴപ്പുഴയിൽ നിന്നാണ് വെള്ളം ചെറിയ മുണ്ടത്തെ നരിയറക്കുന്നിൽ എത്തിക്കുന്നത്. ആ നരിയറക്കുന്നിൽ നിന്നാണ് വെള്ളം നമ്മുടെ താനൂരടക്കമുള്ള പ്രദേശത്തേക്ക് എത്തിക്കേണ്ടത്. ആ ബുദ്ധിപരമായ നീക്കം, ആ ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനം നടത്തിയത് വി അബ്ദുറഹ്മാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുമാണ്. 78 കോടി രൂപ കിഫ്ബി മുഖാന്തരം നടപ്പിലാക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയുടെ സ്രോതസ്സാണ് താനൂരുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുക. 19 കോടി രൂപ ചിലവിലാണ് അമൃത് പദ്ധതി വഴി നടപ്പിലാക്കുന്നത്. അത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി താനൂർ നഗരസഭയിൽ കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിൽ അമാന്തം കാണിച്ചത് ആര്? നഗരസഭയാണ്. ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ മാത്രമേ വാട്ടർ ടാങ്ക്, അവിടെ ശുദ്ധജല വിതരണ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ടാങ്ക് നിർമ്മിക്കാൻ കഴിയുള്ളൂ. കുന്നംപുറത്ത് ടാങ്ക് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഒരു പലവട്ടം നഗരസഭയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ആളാണ് ഞാൻ. അവസാനം ഞാൻ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി CPM-ന്റെ ലെറ്റർ പേഡിൽ ഭൂമി എടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം 18 ലക്ഷം രൂപ തരുമെന്ന് എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലും നടപടി സ്വീകരിച്ചില്ല. അവസാനം ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നത് ഞങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു ഇവിടെ വാട്ടർ ടാങ്ക് തുടങ്ങാൻ വേണ്ടി. രാഷ്ട്രീയപരമായ ആരോപണമാണ്. എല്ലാ തരത്തിലും എല്ലാ സമയത്തും വരൾച്ച വരുന്ന സമയത്ത് 1-2 വാഹനം പുറത്തേക്ക് ഇറങ്ങി കുടിവെള്ളം വിതരണം ചെയ്യുന്ന സ്രോതസ് നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത്. ഇല്ല, തെറ്റാണ്. കുടിവെള്ള പദ്ധതി ആസൂത്രണം നടപ്പിലാക്കിയത് ഇടതുപക്ഷം. ആ ഇടതുപക്ഷം നടപ്പിലാക്കിയത് എന്താണ് നടക്കുന്നത്? വരൾച്ച വരുന്ന സമയത്ത് 2-3 വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിച്ച് അതിനാവശ്യമായിട്ടുള്ള പണം ചെലവഴിക്കുന്ന ഈ ചർച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആരോപണത്തിൽ ഒരു സെക്കൻഡ് തരാം. താനൂർ നഗരസഭ ഭൂമി ഏറ്റെടുക്കാൻ അമ്മാനം കാണിച്ചു. അതാണ് ഇപ്പൊ നടപ്പില കുടിവെള്ളം എത്തിക്കാൻ കഴിയും. താനാളൂർ പഞ്ചായത്ത് അമ്മാനം കാണിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് ഇവിടുന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും വളരെ ചെറിയ എന്തെങ്കിലും ചോദ്യം ചോദിക്കാണ്ട് ഇവരോട് ആരുടെങ്കിലും നിൽക്കുന്ന പ്രതിനിധികളോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു താനൂർ നഗരസഭ രൂപീകൃതമായി എന്ന് പറഞ്ഞിട്ട് 10 വർഷമായി. ഒരു നഗരസഭയുടെ പേര് എന്നല്ലാതെ ആ നഗരസഭ കെട്ടിടത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. ആ നഗരസഭയിൽ ആവശ്യമായ ഒരു മാർക്കറ്റ് വന്നിട്ടില്ല. ഒരു നഗരസഭയിൽ ആവശ്യമായിട്ടുള്ള കളിസ്ഥലം വന്നിട്ടില്ല. ഒരു നഗരസഭയിൽ ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഒന്നും ഒരുക്കാതെ ഒരു നഗരസഭ പേര് മാത്രം, ഞങ്ങൾ പറയുന്ന പേര് പഞ്ചായത്ത് മാത്രമാണ്. അതിന് മറുപടി പറയും. അതിന് മറുപടി നഗരസഭ എന്നുള്ളത് പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞതിനൊരു മറുപടി. താനൂർ നഗരസഭ കെട്ടിടം മാറ്റം വന്നിട്ടില്ല. താനൂർ നഗരസഭയുടെ ഓഫീസ് കെട്ടിടം പിന്നെ അവിടെ കൊണ്ടുപോകാനാണ്. അത് അവിടെ തന്നെയല്ലേ നഗരസഭയുടെ ആസ്ഥാനമല്ലേ? അതിലെന്ത് മാറ്റം വരുത്താനാ? അതിന് മാറ്റം വരുത്തേണ്ടതൊന്നുമില്ല. മാറ്റം വരുത്തേണ്ടതില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ കെട്ടിടമുണ്ട്. പിന്നെന്താ? രണ്ട് LDF UDF കക്ഷികളോടാണ് നമ്മളെ ചോദ്യം വരുന്നത്. താനൂർ നഗരസഭയിൽ ആകെ ഒരു ബസ് സ്റ്റോപ്പുള്ളൂ. അത് ആ പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ്. ഇപ്പോൾ LDF 10 വർഷമായിട്ട് MLA ഭരിക്കുന്നു. MLAക്ക് ബസ് സ്റ്റോപ്പുകൾ സ്ഥാപിക്കാൻ പറ്റും. UDF ദീർഘകാലമായിട്ട് ഭരിക്കുന്നു. അവർക്കും ബസ് സ്റ്റോപ്പ് സാധിക്കും. അപ്പോൾ ഞാനൊരു കത്ത് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് 2 ബസ് സ്റ്റോപ്പ് അനുവദിക്കുക, ഇന്ന സ്ഥലങ്ങളിൽ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നു.
ആ കത്ത് പിന്നെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അത് തീരുമാനം എടുത്ത് തരാതെ ഒരു 6 മാസമായിട്ട് ചെയർമാൻ്റെ ലോഗിനിലിരിക്കുകയാണ്. അപ്പോൾ LDF ആണെങ്കിൽ അവർ ഈ കിഫ്ബി KRFB ഈ റോഡ് ഏറ്റെടുത്തത് കാരണം എവിടെയും ബസ് സ്റ്റോപ്പ് കിട്ടാനുള്ള സാഹചര്യമില്ല. അപ്പോൾ തിരൂരാണെങ്കിലും തിരൂരങ്ങാടി ആണെങ്കിലും പരപ്പനങ്ങാടി ആണെങ്കിലും ഒക്കെ ഫുട്പാത്തിന് സമീപം ബസ് സ്റ്റോപ്പ് ഉണ്ട്. വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സൗകര്യം നിങ്ങൾ 10 വർഷം മൊത്തോളമായിട്ട് ഒരുക്കി കൊടുക്കാത്തത്? ബസ് സ്റ്റോപ്പ് ഇല്ലാത്തൊരു വിഷയമാണ് പറയുന്നത്. 2 ബസ് സ്റ്റോപ്പ് ഇല്ലാത്ത വിഷയം. എന്തെങ്കിലും പെട്ടെന്ന് മറുപടി പറയണമെങ്കിൽ പറയൂ. അടുത്ത അല്ലെങ്കിൽ ചോദിക്കാം. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു പഴയ ബസ് സ്റ്റാൻഡ് മാറ്റുന്നതോടൊപ്പം തന്നെ അത് നഗരഹൃദയത്തിൽ തന്നെ ആവണം എന്നുള്ള രീതി. അങ്ങനെയാണ് നഗരഹൃദയത്തിൽ തന്നെ നഗരസഭ പഞ്ചായത്താകുന്ന സമയത്തായാലും പിന്നീട് നഗരസഭ ആവുന്ന സമയത്ത് ആ ബസ് സ്റ്റാൻഡ് നഗരഹൃദയത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നഗരഹൃദയത്തിൽ തന്നെ മറ്റൊരു ചെറിയ ചെറിയ രൂപത്തിലേക്കുള്ള ബസ് സ്റ്റോപ്പുകൾ വന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് ഫീസിബിൾ ആവുകയില്ല. പക്ഷേ പരപ്പനങ്ങാടി റോഡിൽ ആളുകൾ കൂട്ടം കൂടി നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബസ് സ്റ്റോപ്പ് സാധാരണ രീതിയിലേക്ക് വന്നു. നമ്മൾ ആധികാരികമായിട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ഇദ്ദേഹം പറഞ്ഞ പോസ്റ്റ് ഓഫീസ് ഭാഗത്ത് തന്നെയാണ്. ഇപ്പം നേരത്തെ ബസ് സ്റ്റോപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് വളരെയധികം ഒരു പരിഹാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ബസ് സ്റ്റോപ്പ് ഈ മുനിസിപ്പാലിറ്റിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. പക്ഷേ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും ആ ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരാൾ പോലും അവിടുന്ന് കയറുന്നില്ല. നേരെ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ ഉള്ള ബസ്സുകൾ കൊടുന്ന് നിർത്തി അവിടെ നിന്നാണ് ആളുകൾ മുഴുവൻ കയറുന്നത്. അത് ഒഴിവാക്കി ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ ആളുകളെ കയറ്റാനോ അല്ലെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൽ അടിസ്ഥാന വികസനങ്ങൾ കൊണ്ടുവരാനോ ആ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യം ഒരുക്കാനോ മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ പറഞ്ഞ മറുപടി തന്നെ ഇദ്ദേഹം പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് നിലവിലുള്ള ബസ് സ്റ്റാൻഡും 100 മീറ്റർ മാത്രമേ അകലുള്ളൂ. 100 മീറ്റർ അകലുള്ള ആ 100 മീറ്റർ അകലത്തിലേക്ക് ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ അവിടെ പോയി നിൽക്കുന്നു. താനൂർ മുനിസിപ്പാലിറ്റിയിൽ 44 ഡിവിഷനുകൾ അടങ്ങിയ ഒരു നഗരസഭയാണ് താനൂർ. ഈ 44 നഗരസഭയിൽ കൗൺസിലർമാരുള്ളതിൽ 20ഓളം എൻ്റെ അറിവിൽ 20ഓളം കൗൺസിലർമാർ MLA മുഖേന MLAയുടെ ആസ്തി വികസന ഫണ്ടിനും അതേപോലെ ഹാർബർ എഞ്ചിനീയർ സ്കീമിൻ്റെ ഫണ്ടിനും അപേക്ഷിച്ചിട്ടുണ്ട്. ഈ 5 വർഷം പൂർത്തീകരിച്ചിട്ട് എത്ര ഡിവിഷനിൽ ഹാർബർ എഞ്ചിനീയർ ഫണ്ട് താനൂർ നഗരസഭയിൽ ചെലവഴിച്ചിട്ടുണ്ട്? MLAയുടെ ആസ്തി വികസന ഫണ്ട് എടുത്ത് കൗൺസിലർമാർക്ക് പദ്ധതി നിർവഹണത്തിന് വികസനത്തിന് വേണ്ടി ചെലവഴിക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ നഗരത്തിലെ ആളുകൾക്ക് അറിയണം. ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളൊന്ന് അടിക്കുളം തോണ്ടാൽ പറമ്പ് റോഡ് 27 ലക്ഷം രൂപ. ഗണപതിയൻ സ്ഥലം പറ ഹാർബർ എന്ന് പറയുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് മുഖാന്തരം നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. പ്രശ്നം 9-8 കിലോമീറ്റർ ദൂരപരിധിക്കകത്ത് ഹാർബർ എഞ്ചിനീയർ ഫണ്ട് ഉപയോഗിക്കാം. ആ പദ്ധതി നടപ്പിലാക്കിയ സ്ഥലം കൂടി പറയണമെന്നാ പറയുന്നത്. ആ അടിക്കുളം തോണ്ടാൽ പറമ്പ് റോഡ്, ഗണപതിയൻ ക്ഷേത്രം ലിങ്ക് റോഡ്, പഞ്ചായത്ത് കൂടി പറയൂ. പഞ്ചായത്ത് വാർഡ് കൂടി നഗരസഭ വാർഡുകൾ പറയൂ. മനസ്സിലാക്കട്ടെ താനൂർ നഗരസഭയിലെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറയാം ഇത് ചോദ്യത്തിന് മറുപടിയാണ്. ഗണപതിയൻകാവ് ലിങ്ക് റോഡ്, കുണ്ടിൽ പീടിക ചാഞ്ചേരി പറമ്പ് റോഡ് ഡിവിഷൻ 13, 16, 16, ഓലപ്പീടിക കൊടിഞ്ഞി റോഡ് താനൂർ ഡിവിഷൻ 4, പുല്ലാട്ട് വലിയ പറമ്പ് റോഡ് ഡ്രെയിനേജ് താനൂർ ഡിവിഷൻ 19, NSS കാട്ടിലങ്ങാടി റോഡ് കോൺക്രീറ്റ് DV 16, 16 ഡിവിഷൻ, സർവീസ് സ്റ്റേഷൻ കുന്നമ്പുറം ലിങ്ക് റോഡ് ഡിവിഷൻ 16, നടക്കാവ് കോളനി റോഡ് സമനാനി റോഡുമായി ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മാണം 21 വാർഡ് റോഡ് ഡിവിഷൻ 33, 34. കൂട്ടുകെട്ടിന്റെ അബ്ദുറഹ്മാൻ MLAയും MLAക്ക് കൂട്ടു നിൽക്കുന്ന വ്യക്തികളും തമ്മിലുള്ള ബന്ധത്തിന്റെ കണക്കാണ് ഈ വിളിച്ചു പറയുന്നത്. അല്ലാതെ വികസനം നടത്തിയതല്ല. കണ്ണി കണ്ട ആളുകളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ടാർ ചെയ്ത് കൊടുക്കുന്നതോ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നതല്ല പൊതുജന സേവനം. ഇപ്പൊ ഇവിടെ പറഞ്ഞു ഞാൻ അവിടെ താമസിക്കുന്ന ആളാണ്. അവിടെ 4 വീടിന് വേണ്ടിയിട്ടാണ് റോഡ് വേണ്ടത്, 50 വീടിന് വേണ്ടിയിട്ടാണ് റോഡ് വേണ്ടത്. ഞങ്ങളിപ്പോ പോകുന്ന ഗണപതിങ്കാവ് മുതൽ നമ്മളെ അംബേദ്കർ രാമ വരെ പോകുമ്പോൾ ഞങ്ങളെ വണ്ടി കേട് വരുന്നതിന് 6 ദിവസം ഷോക്ക് ആബ്സർ മൊത്തം കംപ്ലൈന്റ് ആയിക്കൊണ്ടിരിക്കും. അത്രയും വൃത്തികെട്ട റോഡ് വേറെ എവിടെ ഉണ്ടായിരിക്കില്ല. ആ രീതിയിലാണ് ഇവർ ഒന്നും ചെയ്യാതെ കൊണ്ടിരുന്നത്. വെറുതെ പപ്പേട്ടന്റെ വീടിന്റെ അവിടെ 4 പേർക്കുള്ള കാര്യം എല്ലാം നിങ്ങൾ പറയണ്ടേ. 40 പേരുള്ള വീടിന്റെ ആൾക്കാരെ സംസാരിക്കും. ഗണപതിയൻകാവിന്റെ റോഡ് പൂർത്തീകരിക്കാൻ കൗൺസിലറും നഗരസഭയും ഇടപെടണ്ടേ? അവിടുത്തെ കൗൺസിലർക്ക് എന്താ ജോലി? ഗണപതിയൻകാവ് റോഡ് ആരോ ചുമതലയാണ്. ഗണപതിയൻകാവ് റോഡ്
പ്രദേശം നന്നാക്കേണ്ടത് ആരാണ്? അനാവശ്യം പറയരുത്. 43-ാം ഡിവിഷനിലെ കൗൺസിലറും 2-ാം വാർഡിലെ കൗൺസിലറും 10 വർഷത്തിനിടയിൽ 8 തവണ ലെറ്റർ പാഡ് ഉപയോഗിച്ചുകൊണ്ട് നാണംകെട്ട മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. നാണംകെട്ട മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. അതെവിടെ? മാത്രമല്ല, ഈ കാര്യങ്ങൾ പറയണം, കാര്യങ്ങൾ പറയാനുള്ള സമയം തരണം. അതെ, കുടിവെള്ള പദ്ധതി പ്രകാരം റോഡ് കീറിയത് 4 മാസം മുന്നേ പൂർത്തീകരിക്കേണ്ടതായിരുന്നു. MLA-യുടെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ട് ആ റോഡ് നിർത്തിവെപ്പിച്ചു. ആ റോഡ് പണി നിർത്തിവെപ്പിച്ചു. ആരുത്തരവാദി? ആര് പൂർത്തിയാക്കും റോഡ്? MLA തരില്ലേ റോഡ്? ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഗണപതിയങ്കാവ് റോഡിലേക്ക് MLA-യുടെ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ടും ആ റോഡിലേക്ക് ഒരു വികസനവും വന്നിട്ടില്ല. MLA-ന്റെ ഒരു ഫണ്ടും ഗണപതിയങ്കാവ് റോഡിലേക്ക് എത്തിയിട്ടില്ല. അത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ പാർട്ടി നേതാക്കന്മാരുടെ പോക്കറ്റിൽ പോയ പൈസ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ ചോദ്യം ഹാർബർ എഞ്ചിനീയർ വകുപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുണ്ടോന്നാണ്. ആ റോഡിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. റോഡുണ്ടോ എന്ന് വെച്ചാൽ റോഡുണ്ട്. ആ റോഡിനെ സംബന്ധിച്ച് ഇവിടെ വായിച്ചു. ഇനി നിങ്ങൾ പറഞ്ഞോളൂ. താനൂർ നഗരസഭയിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, അല്ല ഒരു മിനിറ്റ്, ഹാർബർ എഞ്ചിനീയറിംഗ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയ റോഡിൻ്റെ വിശദമാണ് പറഞ്ഞത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന തീരദേശ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡുകളായാലും കെട്ടിടങ്ങളായാലും ഉണ്ടാക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞതുപോലെ 7-5 കിലോമീറ്റർ ചുറ്റളവിൽ ഇത് നിർമ്മിക്കാമെന്നുള്ള സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികൾ ആ മേഖലയിലൊക്കെ തന്നെ താമസിക്കുന്നുണ്ട് എങ്കിൽ ഉപയോഗിക്കാമെന്നായിരുന്നു. പക്ഷേ ഈ ഫണ്ട് അർഹതപ്പെട്ട തീരദേശ മേഖലയിൽ ഉപയോഗിക്കാതെ ഇദ്ദേഹം പറഞ്ഞ മേഖലയിലേക്ക് ഫണ്ട് കൊണ്ടുപോയി റോഡ് നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ താമസക്കാരാണ് ഇപ്പോൾ ശക്തമായി എതിർക്കുന്നത്. എന്ന് പറഞ്ഞാ ഇത് ഭൂമാഫിയകൾക്ക് വേണ്ടി ഒത്താശ ചെയ്തുകൊണ്ട് റോഡ് ഉണ്ടാക്കുന്ന ഞങ്ങൾക്ക് പറയാനുള്ളത്. UDF ഭരിക്കുന്ന കാലത്ത് പുതുപ്പള്ളിയിലാണ് സുനാമി ഫണ്ട് ചെലവഴിച്ചത്. പുതുപ്പള്ളി പഞ്ചായത്ത് മണ്ഡലത്തിൽ UDF ഭരിക്കുമ്പോൾ അവസാന നിമിഷത്തിലേക്ക് വരികയാണ്. എല്ലാവരും ഇനി ചർച്ചകളൊക്കെ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ കാര്യങ്ങളൊക്കെ. 11-ാം തീയതി ബൂത്തിൽ പോയിട്ട് ഈ നഗരസഭയുടെ മറ്റൊരു നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് കക്ഷമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. നടപ്പിലാക്കുന്നതാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം.